ചന്ദ്രയാനിലേറി സ്വപ്നങ്ങളിലേക്ക് കുതിക്കുമ്പോഴും ഇന്ത്യ നേരിടേണ്ടി വരുന്ന ഒരു വലിയ വിപത്തുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യം. ഇന്നത്തെ ക്ലാസ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. SCERT NCERT പാഠപുസ്തകങ്ങൾ ആസ്പദമാക്കിയുള്ള എക്കണോമിക്സ് റിവിഷൻ ക്ലാസ്സാണ് ഇത്. NCERT പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന പാഠപുസ്തകത്തിലെ 3 അധ്യായങ്ങൾ ഇതിനോടകം നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇത് 4ാമത്തെ അധ്യായമാണ്. പോവർട്ടി എന്ന ഈ അധ്യായത്തിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. നമുക്കവ പരിശോധിക്കാം. ഒരു വ്യക്തിക്ക് തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ വസ്ത്രം, ആഹാരം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവ നേടുവാനുള്ള ശേഷിയില്ലെങ്കിൽ ആ വ്യക്തിയെ ദരിദ്രനായി പരിഗണിക്കാം. 2022 മുമ്പ് വേൾഡ് ബാങ്ക് പറഞ്ഞിരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ദിവസം $1.90 താഴെയാണ് വരുമാനമെങ്കിൽ ആ വ്യക്തി ദരിദ്രനാണ് എന്നുള്ളതാണ്. 2022 ഈ കണക്ക് വേൾഡ് ബാങ്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയും ഒരു ദിവസം $2.15 താഴെ വരുമാനമുള്ള വ്യക്തിയെ ദരിദ്രനായി പരിഗണിക്കുകയും ചെയ്തു. ദാരിദ്ര്യത്തെ രണ്ടായി തിരിക്കാം. അബ്സല്യൂട്ട് പോവർട്ടി അഥവാ കേവല ദാരിദ്ര്യം, റിലേറ്റീവ് പോവർട്ടി അഥവാ ആപേക്ഷിക ദാരിദ്ര്യം. എന്താണ് ഈ കേവല ദാരിദ്ര്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് പോവർട്ടി? അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ് കേവല ദാരിദ്ര്യം. ഇന്ത്യയിൽ 13.55 കോടി ജനങ്ങൾ കേവല ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. ഇനി ആപേക്ഷിക ദാരിദ്ര്യത്തിലോട്ട് വരാം. എന്താണ് ഈ ആപേക്ഷിക ദാരിദ്ര്യം? ഒരു സമൂഹത്തിൻ്റെ ശരാശരി വരുമാനത്തിൽ താഴെയാണ് ഒരു വ്യക്തിയുടെ വരുമാനമെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ് ആപേക്ഷിക ദാരിദ്ര്യം അഥവാ റിലേറ്റീവ് പോവർട്ടി. ഒരു സമൂഹത്തിലെ ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രർ അല്ലാത്തവരെന്നും തിരിക്കുന്ന രേഖയാണ് പോവർട്ടി ലൈൻ അഥവാ ദാരിദ്ര്യ രേഖ. ഇതിന് പല മാനദണ്ഡങ്ങളുണ്ട്. നിശ്ചിത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത്. ഒരു മാനദണ്ഡം കലോറിയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യമായ കലോറി ലഭിക്കുന്നുണ്ടോ, സർവൈവ് ചെയ്യാൻ ആവശ്യമായ കലോറി ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കും. ആ നിശ്ചിത കലോറി ലഭിക്കുന്നുണ്ടെങ്കിൽ അയാൾ ദരിദ്രനല്ല. ഇനി അത് ലഭിക്കുന്നില്ല എങ്കിൽ അയാൾ ദരിദ്രനാണ്. 1979 അലാഗ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഒരു വ്യക്തി 2100 കലോറിയും നഗരപ്രദേശങ്ങളിൽ ഒരു വ്യക്തി 2400 കലോറിയും ഒരു ദിവസം നേടുന്നുണ്ടെങ്കിൽ അവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. ഇത് നേടുന്നില്ല എങ്കിൽ അവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. 1993 ലഗ്ഡാവാല കമ്മിറ്റിയും ഇതേപോലെ കലോറിയെ അടിസ്ഥാനമാക്കി തന്നെയാണ് ദാരിദ്ര്യരേഖയെ നിർണയിച്ചത്. എന്നാൽ ഈ കലോറിയെ അടിസ്ഥാനമാക്കിയുള്ള ദാരിദ്ര്യരേഖ നിർണയത്തിൽ ഒരു പിശകുണ്ട്. എന്താണ് ആ പിശക്? ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഒരു വ്യക്തിക്ക് മറ്റ് ചിലവുകളുണ്ട്, മറ്റ് അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ ഒന്നും ഈ മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഈ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം പുതുക്കുവാനായി അല്ലെങ്കിൽ പുനഃപരിശോധിക്കുവാനായി 2005 ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ടെണ്ടുൽക്കർ കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയെ അറിയപ്പെടുന്നത്. 2009 ടെണ്ടുൽക്കർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപഭോഗം അഥവാ എക്സ്പെൻഡിച്ചർ അടിസ്ഥാനമാക്കി ദാരിദ്ര്യരേഖയെ നിർണ്ണയിക്കാൻ തുടങ്ങി. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം നഗരപ്രദേശങ്ങളിൽ ഒരാൾക്ക് ഒരു മാസം 1000 രൂപയുണ്ടെങ്കിൽ അയാൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഇന്ത്യയിലെ സർക്കാരുകൾ കാലാകാലങ്ങളിൽ നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയം 2005 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഓരോ വ്യക്തിക്കും 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഈ പദ്ധതി ഉറപ്പു നൽകുന്നു. ഈ ഒരെണ്ണം മാത്രമല്ല ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഇന്ത്യയിൽ ഒട്ടനവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പദ്ധതികളെല്ലാം തന്നെ പ്രധാനപ്പെട്ടവയാണ്. ചിലതെല്ലാം പരീക്ഷകളിൽ ചോദിക്കാറുമുണ്ട്.
അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. NCERT ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പാഠപുസ്തകത്തിലെ മുഴുവൻ അധ്യായങ്ങളും പഠിച്ചു തീർന്നതിന് ശേഷം അത്തരമൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.